നമുക്കിവിടെ ഒരു കട്ടെഡ്ജ് ഇല്ലാത്തൊരു 3 റെഗുലർ ഗ്രാഫ് പെർഫെക്റ്റ് മാച്ചിങ് ആണ് കാണിക്കേണ്ടത്. 3 റെഗുലർ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ, അതിലുള്ള എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി 3 ആയിരിക്കും. നമുക്കത് പെർഫെക്റ്റ് മാച്ചിങ് ആണ് കാണിക്കണം. പെർഫെക്റ്റ് മാച്ചിങ് ആണ് നമ്മളെങ്ങനെയാണ് കാണിക്കുക, നമുക്ക് ട്യൂഡ്സ് തിയറം ഉണ്ട്. ഓഡ് കമ്പൗണ്ട് ഓഫ് ജി മൈനസ് എസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എസ് എന്ന് കാണിക്കാൻ. ജി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫാണ്. എസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാഫ് ജിയിലുള്ള വേർട്ടെക്സുകളെ മുഴുവൻ എടുത്തിട്ട് അതിൻ്റെ ഒരു സബ്സെറ്റ് നമ്മൾ എടുക്കുക, എസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജിയിൽ നിന്ന് എസ് ഒഴിവാക്കിയിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, ഇതിലെ നമ്മളിങ്ങനെ ഓഡ് കമ്പോണൻറ്റും ഈവൺ കമ്പോണൻ്റാക്കി മാറ്റുക. ഓഡ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഓഡ് നമ്പർ ഓഫ് വേർട്ടീസസ് ഉണ്ടാവുക, ഈവൺ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഈവൺ നമ്പർ ഓഫ് വേർട്ടീസസ് ഉണ്ടാവുക. അങ്ങനെ ഈ ഓഡ് കമ്പോണൻറ്റിൻ്റെ എണ്ണം നമ്മൾ നോക്കുക. ആ എണ്ണം എന്ന് പറയുന്നത് ഇതിലുള്ള വേർട്ടെക്സ് ഉണ്ടാവുമല്ലോ അതിൻ്റെ എണ്ണത്തിനേക്കാളും കുറവോ ഈക്വലോ ആയിരിക്കും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സാധനത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചാൽ നമ്മുടെ എസ് ഇവിടെ ഉണ്ട്. എസ് എന്ന് പറയുന്നത് നമ്മുടെ വേർട്ടെക്സിൻ്റെ സബ്സെറ്റ്, അതിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതാണ് കണ്ടത് ഓഡ് കമ്പോണൻ്റ് ഓഫ് ജി മൈനസ് നമുക്ക് കാണേണ്ടതുള്ളൂ. അപ്പോൾ ഈവൺ കമ്പോണൻറ്റിനെ നമ്മൾ ഇനി ഇവിടെ നോക്കുക തന്നെ വേണ്ട, ഈവൺ കമ്പോണൻ്റെ കാര്യം നമുക്കിനി നോക്കണ്ട. ഇനി ഓഡ് കമ്പോണൻ്റ് ഓഫ് ജി മൈനസ് എസിനെ ഞാൻ എൻ ആയിട്ട് എടുക്കുന്നു. അങ്ങനെ എൻ കമ്പോണൻസ് ഉണ്ട് നമ്മുടെ ജി മൈനസ് എസിലെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ഗ്രാഫിലുള്ള എല്ലാ വേർട്ടെക്സസും 3 റെഗുലർ ആണെന്ന് തന്നിട്ടുണ്ട്. 3 റെഗുലർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൽ ഓഡ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഓഡ് വേർട്ടെക്സസ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഞാനൊരു 3 വേർട്ടീസസ് ആണ് നമ്മുടെ ഈ ഗ്രാഫ് G1-ലുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോന്നും 3 ആക്കണം, ഓരോന്നിൻ്റെ ഡിഗ്രി 3 ആക്കണം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മുടെ എസ്റ്റിലൊരു വേർട്ടീസസിൽ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് കണക്ഷൻ ഉണ്ടായേ പറ്റുള്ളൂ അല്ലേ, അല്ലാതെ ഇതെന്താവില്ല, ഇതിന് 3 റെഗുലർ ഗ്രാഫ് ഇല്ല. അപ്പോൾ 3 റെഗുലർ ഗ്രാഫ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം കണക്ഷനാണോ വേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എഡ്ജ് വരച്ചിട്ട് നമ്മൾ എസ്സിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ G1 എന്ന് വിചാരിക്കുക. കണക്ട് ചെയ്യുന്നു. ഈ ഒരു ടേമിനുണ്ടല്ലോ, ഈ 3 എഡ്ജിനെ ഞാൻ M1 എന്ന് വിളിക്കുക. എക്സാമ്പിളായിട്ട് എടുത്താൽ മതിയിട്ട് ഗ്രാഫൊക്കെ M1 എന്ന് വിളിക്കുക. അങ്ങനെ G1 എന്ന് എസ്സിലേക്കുള്ള എഡ്ജസുകളെ ഞാൻ M1 എന്ന് വിളിച്ചു, G2 എന്ന് എസ്സിലേക്കുള്ള കണക്ഷനെ M2 എന്ന് വിളിച്ചു. അങ്ങനെ GNനെ MNലേക്കുള്ള സെറ്റുകളെ ഞാൻ എന്ത് വിളിക്കുന്നു, MN എന്ന് വിളിക്കുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിൽ വേർട്ടീസസിൻ്റെ ഡിഗ്രീൻ്റെ സം എന്താ വരിക? വേർട്ടീസസിൻ്റെ ഡിഗ്രീൻ്റെ സം എന്ന് പറയുന്നത് ഇതിൽ ഓരോ വേർട്ടീസസും 3 റെഗുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 റെഗുലർ എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഡിഗ്രി എന്താ, 3. അപ്പോൾ നമ്മൾ ടോട്ടൽ വേർട്ടീസസിനോട് എന്ത് ചെയ്താൽ മതി, 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേർട്ടീസസിൻ്റെ ഡിഗ്രി ആയിക്കഴിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ഈ G1-ലുള്ള എലമെൻസിൻ്റെ ഡിഗ്രി എന്തായിരിക്കും, G1-ലെ വേർട്ടീസസിൻ്റെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ G1-ലെ വേർട്ടീസസിൻ്റെ ഡിഗ്രി എന്തായിരിക്കും, നമ്മുടെ G1-ലുള്ള വേർട്ടീസസിൻ്റെ 3 ഇരട്ടി ആയിരിക്കും ഉണ്ടാവുക അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അതേപോലെ വേർ V ബിലോങ്സ് ടു G1. അതേപോലെ G2-ലുള്ള വേർട്ടീസസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിലുള്ള വേർട്ടീസസിൻ്റെ 3 ഇരട്ടി ആയിരിക്കും അല്ലേ, വേർ V ബിലോങ്സ് ടു. അങ്ങനെ നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ GI-ൽ ഉള്ള വേർട്ടീസസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് GI-ലുള്ള വേർട്ടീസസിൻ്റെ 3 ഇരട്ടി ആയിരിക്കും. അതേപോലെ നമ്മുടെ എസ്സിലുള്ള വേർട്ടീസസിൻ്റെ ഡിഗ്രി എന്തായിരിക്കും, എസ്സിലുള്ള വേർട്ടീസസിൻ്റെ ഡിഗ്രീൻ്റെ സം എന്ന് പറയുന്നത് അതേപോലെ തന്നെ വേർ V ബിലോങ്സ് ടു എസ് എന്തായിരിക്കും, എത്രയാണോ എസ്സിലുള്ള എലമെൻറ്റ്സ് വേർട്ടീസസ് അതിൻ്റെ 3 ഇരട്ടി ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലുള്ള എമ്മുകളിൽ എത്ര എലമെൻറ്റ്സുകൾ മിനിമം ഉണ്ടാവും നമുക്ക് കാണാം. അതെങ്ങനെയാണ് കാണാം, ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് എങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ഡിഗ്രി കാണാം അല്ലേ. ഇതിലുള്ള എലമെൻറ്റ്സിൻ്റെ ഡിഗ്രി എന്താ ഉണ്ടാവുക, ഇതിലുള്ള വേർട്ടീസസിൻ്റെ ഡിഗ്രി. അപ്പോൾ സമ്മേഷൻ ഡിഗ്രി ഓഫ് V നമുക്കിവിടെ ആദ്യം കാണാം. എന്നിട്ട് അതിൽ നിന്ന് ഇവിടെയുള്ള എഡ്ജസുകളുടെ ഇരട്ടി ഞാനങ്ങ് കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്കിവിടെ വേണ്ട MIൻ്റെ വാല്യൂ കിട്ടൂലേ, M1-ൻ്റെ വാല്യൂ കിട്ടൂലേ. ഇപ്പോൾ ഈ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സമ്മേഷൻ ഡിഗ്രി ഓഫ് V എന്ന് പറയുന്നത് എത്രയാണ്, 3, 6, 9 എണ്ണം ഉണ്ട് ഇവിടെ സമ്മേഷൻ ഓഫ് ഡിഗ്രി ഓഫ് V. ഇനി ഇവിടെയുള്ള എഡ്ജസിൻ്റെ എണ്ണോ 1, 2, 3 എണ്ണം. അപ്പോൾ 3 × 2, 6. അപ്പോൾ 9 - 6 എന്ന് പറയുമ്പോൾ ഇവിടെ 3 എഡ്ജസുകൾ എവിടെ വേണം, ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂ നമുക്കിത് വെച്ച് കണ്ടുപിടിക്കാം, സമ്മേഷൻ ഡിഗ്രി ഓഫ് V മൈനസ് 2 × എഡ്ജസ് ഓഫ് G1. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയുമ്പോൾ 2 × എഡ്ജസ് ഓഫ് GI വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ MIൻ്റെ വാല്യൂ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലുള്ള MIകളുടെ വാല്യൂ നമ്മൾ കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഇനി നോക്കിയേ, എപ്പോഴെങ്കിലും നമ്മളെ M1 അല്ലെങ്കിൽ MIൻ്റെ വാല്യൂ 1 ആവും എന്ന് വെച്ചാൽ 1 എഡ്ജ് വെച്ചിട്ട് നമുക്കിതിനെ ഇതിൽ ഈ കമ്പൗണ്ടിനെയും എസ്സിനെയും കണക്ട് ചെയ്യാൻ പറ്റും ഇല്ല. കാരണം എന്താ, നമുക്ക് തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ കട്ടെഡ്ജ് എല്ലാന്ന്. കട്ടെഡ്ജ് എല്ലാം എന്ന് പറയുമ്പോൾ ഈ എഡ്ജിനെ ഒഴിവാക്കി കഴിഞ്ഞാലും ഇത്
എന്താവരുത്, 2 കമ്പോണൻ്റ് ആവരുത്. അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് 2 എണ്ണെങ്കിലും വേണം. ഇനി ഇവിടെ 2 എണ്ണം വരുമോ? ഒരിക്കലുമില്ല. എന്താ കാരണം? 2 എണ്ണമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ളത് ഓഡ് കമ്പൗണ്ട്സാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളതെന്ന് വിചാരിക്കുക, ഓഡ് കമ്പൗണ്ട്സാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ എനിക്ക് 3 റെഗുലർ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മിനിമം ഇതാ ഇങ്ങനെ 3 റെഗുലർ ആണ്, മിനിമം 3 ആളെങ്കിലും എനിക്ക് കണക്ട് ചെയ്യണം. 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ഇല്ല, കാരണം എല്ലാം 3 റെഗുലറാണ്. അപ്പോൾ 3 റെഗുലർ ആയിട്ടുള്ള ഒരു വേർട്ടെക്സിലുണ്ട്. ഇവിടെ 2 MIക്ക് 2 വാല്യൂ കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ. അപ്പം മിനിമം 3 ആളെങ്കിലും എല്ലാ MIകളിലും വേണം. മിനിമം 3 കൂടാം. അപ്പോൾ എല്ലാത്തിലും മിനിമം എത്ര ആൾ വേണം? 3 ആളെങ്കിലും വേണം. അപ്പം നമുക്ക് എന്ത് കിട്ടി? MIകൾ എന്ന് പറയുന്നത്, MIകളിലെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 3 ആണെന്ന് കിട്ടി. 3 3 കൂടുതലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? MI എന്ന് പറയുന്നത് > 3 എന്ന് എഴുതാം. ഇനി നോക്കിയേ, ഓഡ് കമ്പോണൻ്റ് ഓഫ് G-Sനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? നമ്മൾ എടുത്തത് N ആൾക്കാരുണ്ട്. ഓഡ് കമ്പോണൻ്റ് ഓഫ് G-Sനെ ഞാൻ N എന്ന് വിളിച്ചു. ഈ Nനെ എനിക്ക് <= 1/3 ഇൻറ്റു സമ്മേഷൻ MI എന്ന് എഴുതിക്കൂടെ? കാരണം എന്താ? എല്ലാ MIകളും മിനിമം 3 എണ്ണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ /3 ചെയ്താലും Nനേക്കാളും കൂടുതലായിരിക്കും MIൻ്റെ വില, കൂടുതലോ ഈക്വൽ ആയിരിക്കും അല്ലേ? ഇനി ഈ സമ്മേഷൻ MI എന്ന് പറയുന്നത് എന്താ? സമ്മേഷൻ MI എന്ന് പറയുന്നത് ഇതാ ഇവിടെയുള്ള വികളിലേക്കാണ് ഈ MIകളൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എസ്സിലേക്കാണ് ഈ MIകളൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എസ്സിൽ ഈ ടേംസുകളല്ലാതെയും വേറെ ടേംസുകൾ ഈ എസ്സിലുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യും? <= 1/3 ഇൻറ്റു ഈ സമ്മേഷൻ MIക്ക് പകരം എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എസ്സിലുള്ള വി ബിലോങ്സ് ടു എസ്സിലുള്ള ഡിഗ്രി ഓഫ് വിനെ എന്ന് എഴുതാൻ പറ്റും അല്ലേ? എസ്സിലുള്ള ഡിഗ്രി ഓഫ് വിനേക്കാളും കുറവായിരിക്കും എന്ന് എഴുതാൻ പറ്റും. സമ്മേഷൻ MI എന്ന് പറയുന്നത് എസ്സിലുള്ള ഡിഗ്രി ഓഫ് വിൻ്റെ സമ്മേഷനേക്കാളും കുറവാണെന്ന് എഴുതാൻ പറ്റും. ഇനി നോക്കിയേ, ഇതെന്താ? ഇതിനെ നമ്മൾ എന്ത് എഴുതി വെച്ചത്? 3 ഇൻറ്റു മോഡസ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? = 1/3 ഇൻറ്റു 3 ഇൻറ്റു മോഡസ് എന്ന് എഴുതാം. 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മോഡസ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓഡ് കമ്പോണൻ്റ് ഓഫ് G- <= മോഡസ് എന്ന് കിട്ടി. ഓക്കെ, അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്?